ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറേ ദിവസം ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുൻപിലെത്തുന്നത്. ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ 2026 ഇൻടേക്ക് അതിനെപ്പറ്റി കുറേ ആളുകൾ ഇങ്ങനെ സംശയം ചോദിച്ചിരുന്നു. അപ്പോൾ 26 ഇൻടേക്ക് ഓൾറെഡി സ്റ്റാർട്ടായി കഴിഞ്ഞു. അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ഒന്നാമത് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലൊക്കെ നോക്കുന്നവരാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പബ്ലിക് യൂണിവേഴ്സിറ്റി നോക്കാൻ ക്യാമ്പസ് ട്രാൻസ്ഫർ വഴി അപ്ലൈ ചെയ്യാനുള്ള ഡെഡ് ലൈൻസ് ഓൾറെഡി ഒരുമാതിരി കഴിഞ്ഞു. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്കും അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെയും ചില പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഡയറക്റ്റ്ലി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അത് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അത് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഫ്രാൻസ് നോക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് പ്രൈവറ്റ് സ്കൂൾസ്, എഞ്ചിനീയറിംഗ് സ്കൂൾസ്, അതോടൊപ്പം ബിസിനസ് സ്കൂൾസൊക്കെ നോക്കുന്നവരാണെങ്കിൽ അതിൻ്റെ സ്കോളർഷിപ്സും മറ്റ് ഏർലി ബേർഡ് സ്കോളർഷിപ്സും അതോടൊപ്പം തന്നെ മെറിറ്റ് ബേസ്ഡ് സ്കോളർഷിപ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായി ആ സ്കൂൾസൊക്കെ നോക്കി നിങ്ങൾക്ക് താല്പര്യമുള്ളത് ഏതാണോ, നിങ്ങൾക്ക് ഏത് ഫീൽഡാണോ താല്പര്യം എന്നുള്ളത് അത് നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇപ്പോഴും ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആണ്, ബിസിനസ് സ്കൂൾസും പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് സ്കൂൾസിൻ്റെയൊക്കെ. അതാണ് മറ്റൊരു കാര്യം പറയാനുള്ളത്. മൂന്നാമത്തെ കാര്യം നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ പരമാവധി ഫ്രഞ്ച് പഠിച്ചിട്ട് തന്നെ വരിക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. അതെപ്പോഴും നമുക്ക് ലോങ് ടേമിൽ ബെനിഫിറ്റ് ചെയ്യും. ഇപ്പോൾ ഇത്തവണയൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളൊക്കെ വന്ന സ്റ്റുഡൻസൊക്കെ പലരും ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഫ്രഞ്ച് അറിയാത്തതിൻ്റെ പേരിൽ തന്നെ. എന്ന് വെച്ചാൽ പാർട്ട് ടൈം ലഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഒരു ഇൻറ്റേൺഷിപ്പ് ലഭിക്കുന്നതിനും ഒക്കെ ഫ്രഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നമ്മുടെ എല്ലാ വീഡിയോകളിലും നോക്കിക്കഴിഞ്ഞാൽ ഇതെപ്പോഴും പറയുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് പലരും മനസ്സിലാക്കുന്നില്ല. പലരും കേരളത്തിൽ നിന്ന് വരുന്നത് എങ്ങനെയും ഒന്ന് എസ്കേപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് എങ്ങനെയും ഒന്ന് വെള്ളോട്ടൊന്ന് പോകണം എന്നുള്ളൊരു എസ്കേപ്പ് മോഡിലേക്കാണ് പലരും യൂറോപ്പോ അല്ലെങ്കിൽ പല രാജ്യങ്ങളും ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത്. എസ്പെഷ്യലി ഫ്രാൻസും അല്ലെങ്കിൽ മറ്റ് ഷെങ്കൻ റീജിയനൊക്കെ തിരഞ്ഞെടുക്കുന്നത് മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ IELTS വേണ്ട എന്നുള്ള മറ്റൊരു കാരണം കൊണ്ടാണ്. അപ്പോൾ പല സ്റ്റുഡൻസും എങ്ങനെയും എത്രയും ഈസി ആയിട്ടുള്ളൊരു വെയിൽ യൂറോപ്പിലേക്ക് കടക്കാമെന്നുള്ളൊരു കാരണവുമായിട്ടാണ് ഇപ്പോൾ പല രാജ്യങ്ങളും തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ നിങ്ങൾ അത് വിചാരിക്കരുത്. നിങ്ങൾ അങ്ങനെ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എസ്കേപ്പായി വന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ലോങ് ടേമിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിട്ട് മാത്രമേ കാര്യമുള്ളൂ. അല്ല നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ ഫ്രാൻസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൺട്രിയിൽ വന്നു കഴിഞ്ഞാൽ പഠിക്കുക, അതോടൊപ്പം തന്നെ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ്ലി ഫൈനാണ്. കുറേ സ്റ്റുഡൻസ് അങ്ങനെ ചെയ്യുന്നുണ്ട്. നല്ല ടോപ്പായിട്ടുള്ള ബിസിനസ് സ്കൂളിൽ വന്ന് പഠിക്കുന്നു, ബിസിനസ്സായിട്ട് റിലേറ്റഡ് കോഴ്സും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഈ യൂറോപ്പൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം തിരിച്ച് ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നവരുണ്ട്. അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. അല്ലാതെ ഇവിടെ ലോങ് ടൈമിൽ നിൽക്കണം, സിറ്റിസൺഷിപ്പ് വേണം, PR വേണം എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ല ലെവലിൽ ഫ്രഞ്ചും ആവശ്യമാണ്. ഇപ്പോഴും പല വിദ്യാർത്ഥികൾക്ക് അറിയാത്തൊരു കാര്യമാണ്. പല ഏജൻസികളാണെങ്കിലും വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഞാനെപ്പോഴും നമ്മൾ കാണുന്നതാണ്. ഇന്നലെ ഞാൻ അഡ്വർടൈസ്മെൻറ്റ് കണ്ട് ഒരു സ്റ്റുഡൻറ്റ് എന്നോട് ചോദിച്ചു 5 ഇയർ സ്റ്റേ ബാക്ക് ഉണ്ടോ എന്ന്. 5 ഇയർ സ്റ്റേ ബാക്ക് എങ്ങുമില്ല. 5 ഇയർ ഉള്ളത് അത് നിങ്ങൾക്ക് അലുമിനിയം വിസ മാത്രമാണ്. അതിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. ബിസിനസ് ഓർ ടൂറിസ്റ്റ് പർപ്പസ് മാത്രമാണ്. പഠനത്തിന് ശേഷം 2 ഇയർ സ്റ്റേ ബാക്ക് മാത്രമേ ഫ്രാൻസിലുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അത് വീണ്ടും ഞാൻ പറയുകയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കയറി വരണം എന്നുകൊണ്ട് മാത്രം നിങ്ങൾ ചൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് സീരിയസ് ആണെങ്കിൽ മാത്രം നിങ്ങൾ വലിയൊരു ലോൺ എടുത്തും ഒക്കെ വിദേശ പഠനം ഈ ഒരു 2026 നടത്താവൂ. പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു സ്കിൽസും ഇല്ല, നിങ്ങൾക്കൊരു കഴിവില്ല, നിങ്ങൾക്ക് ലാംഗ്വേജ് ഇല്ല, നിങ്ങൾ മാർക്കില്ല, യാതൊന്നും ഇല്ലാത്തൊരാൾ കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമില്ല എന്നുള്ളതാണ് റിയാലിറ്റി. മനസ്സിലായില്ലേ? അപ്പം അവിടെ നിന്ന് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെയും ഇവിടെ വന്നാൽ രക്ഷപ്പെടാമെന്ന്. പക്ഷേ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്ന യൂറോപ്യൻസിനോടും മറ്റ് രാജ്യക്കാരോടും ഫ്രഞ്ച് അറിയാവുന്ന ഫ്രഞ്ച് ആൾക്കാരോടും ആയിരിക്കും നിങ്ങൾ ജോലിക്ക് ശ്രമിക്കുമ്പോൾ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരിക്കലും ഇതൊരു ഈസി വേ അല്ല. അതാണ് അടുത്ത് പറയാനുള്ളത്. പിന്നീട് പല സ്റ്റുഡൻസ് ഇപ്പോൾ ഫ്രാൻസിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും അതിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്ക് ലാംഗ്വേജ് അറിയത്തില്ല, പലർക്ക് സ്കിൽസ് ഇല്ല, പലർക്ക് നല്ല രീതിയിലുള്ള മാർക്സ് ഇല്ല. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇൻറ്റേൺഷിപ്പോ മറ്റ് ജോലികളോ കിട്ടുന്നില്ല. അപ്പോൾ അത് മെയിനായിട്ട് മനസ്സിൽ നിങ്ങൾ വയ്ക്കുക. ഒരാൾക്കും ഒരേ ഏജൻസിക്ക് നിങ്ങൾക്ക് ജോലി മേടിച്ച് തരാൻ പറ്റില്ല. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഏതൊരു സ്കൂൾസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ മേടിച്ച് തരാൻ പറ്റുന്നതുള്ളൂ. നിങ്ങൾ ജോലിക്ക് ശ്രമിക്കണം, നിങ്ങൾ കഷ്ടപ്പെടണം. ഇവിടെ വന്ന് ഈ യൂറോപ്പിൽ ഞാൻ പല രാജ്യത്തെയും സ്റ്റുഡൻസിനെ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് ഒത്തിരി പേര് നെഗറ്റീവ് പറഞ്ഞ് ഇവിടെ നിൽക്കുന്നവരുണ്ടാവും. ഇവിടെ വന്നിട്ട് ജോലി കിട്ടുന്നില്ല, പാർട്ട് ടൈം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തുകൊണ്ടെന്നാൽ ഇവർക്ക് കൃത്യമായിട്ടുള്ള സ്കിൽസ് ഇല്ല, ലാംഗ്വേജ് ഇല്ല, ഇവരെടുത്തേക്കുന്ന സ്കൂൾസ് സ്റ്റാൻഡേർഡ് ഉള്ളതല്ല. അപ്പം ഇതൊക്കെ കൃത്യമായിട്ട് ഇവർക്ക് അറിയാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. പക്ഷേ ഇവരാരും അതിലൊരു റിസർച്ച് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. വെറുതെ എങ്ങോട്ടേലും കയറി വരികയെന്നേ ഉള്ളൂ. വന്നവരും അല്ലെങ്കിൽ ഇപ്പം ഈവൻ ഫ്രാൻസിലുള്ളവരും അല്ലെങ്കിൽ ജർമ്മനിയിലുള്ളവരും ഓസ്ട്രേലിയയിലൊക്കെ ഉള്ളവരാണെങ്കിലും അവർ ലാംഗ്വേജ് പഠിക്കാനൊന്നും യാതൊരുമായ എഫോർട്ട് ഇടുന്നില്ല. ഇപ്പോൾ നിങ്ങൾ മറ്റേ പല രാജ്യത്തെ സ്റ്റുഡൻസിനെ കണ്ടു കഴിഞ്ഞാൽ അവരെന്തോരം എഫോർട്ട് ഇടുന്നുണ്ട് പാർട്ട് ടൈം ജോലി കണ്ടുപിടിക്കാൻ, അതോടൊപ്പം തന്നെ ഇൻറ്റേൺഷിപ്പ് കണ്ടുപിടിക്കാൻ. ഇവിടുത്തെ പല സ്റ്റുഡൻസിനോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ ഇൻറ്റേൺഷിപ്പിനൊക്കെ 3, 4, 5 CV അല്ലെങ്കിൽ 10 CV അയച്ചാലൊന്നും ആരും ഇൻറ്റേൺഷിപ്പ് തരില്ല. 400, 500 CV അയച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ കോൾ വരുന്നത്. അത്രയും എഫോർട്ട് ഇടാമെങ്കിൽ മാത്രം നിങ്ങൾ ഒരു ഹയർ സ്റ്റഡീസുമായിട്ട് ഇപ്പോൾ വെളിയിലോട്ട് വരിക എന്നുള്ളതാണ് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്. അത് മേജറായിട്ട് പല സ്റ്റുഡൻസ് ഇപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ജോലി കിട്ടാത്തപ്പോൾ ഒക്കെ ഇങ്ങനെ നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയെക്കാട്ടിലോ അല്ലെങ്കിൽ കേരളത്തിലേക്കാട്ടിലും ജോലി കിട്ടാനൊന്നും എളുപ്പമുള്ള ഒരു സ്ഥലമല്ല യൂറോപ്പ്. അതിപ്പോൾ ഈ ഫ്രാൻസ് അല്ല മറ്റ് രാജ്യങ്ങളാണെങ്കിൽ പോലും. ഇപ്പോൾ ഫ്രാൻസിൽ ഫ്രഞ്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ ജർമ്മനിയിലും ഓസ്ട്രിയയും ഒക്കെ പോകുന്നവരാണെങ്കിൽ അതിലും അവിടെയും ഈ ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട്. പിന്നെ നിങ്ങൾ എപ്പോഴും പറഞ്ഞ പോലെ ഫ്രാൻസൊക്കെ ആണെങ്കിൽ 24 months സ്റ്റേ ബാക്ക് ഉണ്ട്. ഇപ്പം പല രാജ്യത്തും ഇപ്പോൾ സ്പെയിനും മറ്റ്
ഇപ്പം സ്വിറ്റ്സർലാൻഡിലൊക്കെ സ്റ്റേ ബാക്ക് ഇല്ല. പല സ്റ്റുഡൻസും ഒന്നും അറിയാതാണ് സ്വിറ്റ്സർലാൻഡും മറ്റു രാജ്യങ്ങളിലും പോകുന്നത് പോലും. ദയവായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മാത്രം ഹയർ സ്റ്റഡീസിനായിട്ട് 2026 യൂറോപ്പിൽ വരിക. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും നിങ്ങൾക്ക് ഇതിനെ അഫോർഡ് ചെയ്യാൻ പറ്റണം. പല സ്റ്റുഡൻസും വലിയ ഭീമമായിട്ടുള്ള തുക എടുത്ത് ലോൺ എടുത്ത് വരുന്നുണ്ട്. അതൊരിക്കലും ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കില്ല. നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാനൊരു കഴിവുണ്ട് എന്നെങ്കിൽ മാത്രമേ വരാവൂ. ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും രാജ്യങ്ങളൊക്കെ നോക്കുക, തീരെ പൈസ കുറവുള്ള രാജ്യങ്ങളോ, അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഇൻറ്റൻഷൻ എങ്ങനെയെങ്കിലും യൂറോപ്പിലോട്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചിലവ് കുറഞ്ഞ് ഏതെങ്കിലും രാജ്യത്ത് പോകുക. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം, നല്ല ടോപ്പായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്ക് പഠിക്കണം, അല്ലെങ്കിൽ അവിടെ നിന്നൊരു എക്സ്പീരിയൻസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഫ്രാൻസ് പോലുള്ള ടോപ്പായിട്ടുള്ള സ്കൂളുകൾ, ബിസിനസ് സ്കൂളിലൊക്കെ ബിസിനസ് പഠിക്കാൻ വരിക എന്നാണ് എൻ്റെ ഒരു വീണ്ടും ഉള്ള ഒരു അഡ്വൈസ്. അപ്പോൾ 2026 നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇനി പോകുന്നവർക്കും എല്ലാവിധ ആശംസകളും. ഫ്രഞ്ച് പരമാവധി പഠിക്കുക. ഇനി ഏതെങ്കിലും ടോപ്പ് സ്കൂൾസിൽ, ബിസിനസ് സ്കൂൾസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സ്കൂൾസിൽ നിങ്ങൾക്ക് അഡ്മിഷനോ മറ്റു കാര്യങ്ങളാണെങ്കിൽ വി ക്യാൻ ഓൾസോ ഹെൽപ്പ് യു. നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം. അതനുസരിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വി വിൽ ഹെൽപ്പ് യു വിത്ത് യുവർ ആപ്ലിക്കേഷൻ. സോ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്.